മുഴുവൻ ജനങ്ങളും നോക്കി നിൽക്കെ കഴിയ അടിയിലേക്ക് ഊർന്നിറക്കി തട്ടിപ്പ് നറുക്കെടുപ്പെടുത്ത നമ്മുടെ മാണിക്കക്കല്ല് കല്ലുമ്മക്കായി കുഞ്ഞോന് ശേഷം ആമിന തിയേറ്റേഴ്സ് അഭിമാന പുരസ്കാരം നിങ്ങളിലേക്ക് എത്തിക്കുന്ന അടുത്ത നറുക്കെടുപ്പാണ് നമ്മുടെ ബെഡ്ഷീറ്റ് നറുക്കെടുപ്പ്. വേറൊന്നുമല്ല, നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന ടി ഫാമിലി അറിയാലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ ആരാന്നുള്ളത്. അവരും ഇപ്പോൾ നറുക്കെടുപ്പുമായിട്ട് വന്നിരിക്കുന്നു. അവർ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മൂലധന ശേഖരണാർത്ഥമോ എന്തോ അവർ നറുക്കെടുപ്പ് അവരുടെ ഫാൻസിന്, അവരുടെ സപ്പോർട്ടേഴ്സിന് മുന്നിലേക്ക് അവർ പടച്ചു വിട്ടിരിക്കുകയാണ്. 1600 രൂപയുടെ ഒരു ബെഡ്ഷീറ്റാണ് അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് തരുന്നത്. അത് 1600 രൂപ ഒന്നും അവർ ഈടാക്കുന്നില്ല, വെറും 1000 രൂപ ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. 2 ദിവസം കഴിയുമ്പോൾ പിങ്കിന്റെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. നോക്കണ്ടോ ഈ തകരാറ്? എന്നെക്കൊണ്ട് എനിക്ക് ഒരുപാട് ബെഡ്ഷീറ്റിന്റെ ആവശ്യമുണ്ട്. 1699 രൂപന്റെ ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് കിട്ടിയത് വെറും 1000 രൂപക്കാട്ടോ. 1000 രൂപക്ക് ഒരു ബെഡ്ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും. അപ്പൊ ബെഡ്ഷീറ്റുമായി സമ്മാനമായി. ഈ കൂപ്പൺ നറുക്കെടുക്കുന്ന സമയത്ത് 1ാം സമ്മാനമായിട്ട് വരുന്നത് 30 പവൻ സ്വർണ്ണാട്ടോ, 2ാം സമ്മാനം ഷിഫ്റ്റ് കാറ്, 3ാം സമ്മാനം 5 ഇലക്ട്രിക് സ്കൂട്ടിയാണ്, 4ാം സമ്മാനം 5 ഐഫോൺ ആണ്, 5ാം സമ്മാനം 5 AC, 6ാം സമ്മാനം 10 പേർക്ക് ഫ്രിഡ്ജ്, 7ാം സമ്മാനം 10 പേർക്ക് വാഷിംഗ് മെഷീൻ, കൂടാതെ 100 പേർക്ക് ഡയമണ്ടിന്റെ റിംഗ് കൊണ്ടിട്ടു. അപ്പൊ നമുക്ക് സമ്മാനം അടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പിന്നെ നറുക്കെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം 30-ന്, മെഗാ നറുക്കെടുപ്പ് വരുന്നത് ഓഗസ്റ്റ് 10-ന്. നിങ്ങൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്ഷീറ്റിന് 1 കൂപ്പൺ ആണെങ്കിൽ 2 ബെഡ്ഷീറ്റിന് 3 കൂപ്പണ്, 3 ബെഡ്ഷീറ്റിന് 6 കൂപ്പണ്, 4 ബെഡ്ഷീറ്റിന് 8 കൂപ്പണ്, 5 ബെഡ്ഷീറ്റിന് 10 കൂപ്പൺ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ സാധ്യത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഇതാ താഴെ കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോഴത്തിന് ബെഡ്ഷീറ്റൊക്കെ മാറണമല്ല. അതായത് നമുക്ക് തകരാറില്ല, നമുക്കുണ്ടാവും ചോദിച്ചാൽ നമുക്ക് തകരാറില്ല. 2 ദിവസം കൊണ്ടൊന്നും നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റിനെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത്ര ഹൈജീനിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്തൊക്കെയല്ലേ ഓഫേഴ്സ്, ലക്ഷങ്ങളാണ് ഇതിൽ ചിലവഴിക്കാൻ പോകുന്നത്. എൻ്റെ താത്ത പറഞ്ഞത് മനസ്സിലായില്ല. 1699 രൂപയുടെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയത് 1000 രൂപക്കാണ് അല്ലേ? അപ്പോൾ അതേ 1000 രൂപയിലേക്കാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനൊക്കെ നൽകുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ലാഭമില്ല. അത് പോട്ടെ, ചിലപ്പോൾ നാവിൽ വന്ന പിഴായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയായാലും നിശ്ചിത ലാഭമുണ്ട്. അത് എടുക്കണ്ട വേണ്ടെന്ന് ആരും പറയില്ല. ലാഭമില്ലാതെ ഇപ്പോൾ ആരും ഈ പരിപാടിക്ക് ഇറങ്ങും അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാണിക്കക്കല്ലാളേ, ഇടയ്ക്കെന്താണ് അപ്പം മാണിക്കക്കല്ല് വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞൻ എഫക്റ്റ് ആയിരിക്കും. ഏതായാലും നല്ല സൂപ്പർ ഓഫറാണ്, സൂപ്പർ സമ്മാനങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഇവർ നൽകാൻ പോകുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഫസ്റ്റ് പ്രൈസ് 30 പവൻ സ്വർണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ സ്വർണത്തിനൊക്കെ 72 രൂപ ഉണ്ട്. 72,000 രൂപയാണെന്ന് തോന്നുന്നു. പണിക്കൂലിടക്കം 74-75 രൂപ ആവും. 75,000 രൂപ ഒരു പവൻ. അങ്ങനെ 30 പവനാണ് ഫസ്റ്റ് പ്രൈസ്. അത്യാവശ്യം വലിയൊരു സംഖ്യ തന്നെ അത് അടിക്കുന്ന ആൾക്ക് കിട്ടും അല്ലേ? നമ്മൾ വെറും ഒരു 1000 രൂപ ചിലവാക്കിയാൽ മതി. 30 പവനാണ് കിട്ടുക. തിങ്ക്. അതേപോലെ തന്നെ 2ാം സമ്മാനം സ്വിഫ്റ്റ് കാറ്. സ്വിഫ്റ്റ് ലവറാണ് ഞാനൊക്കെ. അപ്പോൾ എത്ര സ്വിഫ്റ്റ് ലവേഴ്സ് ഉണ്ടാവും? എന്തിന് കാറെന്ന ആഗ്രഹത്തോടെ നടക്കുന്ന എത്ര സാധാരണ മലയാളികളുണ്ടാവും അല്ലേ? അതും ഒരു 1000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അത് കിട്ടും. 3ാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടി. 4ാം സമ്മാനം എന്താണ്? 5 ഐഫോൺ. ഐഫോൺ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ? അതേപോലെ 5ാം സമ്മാനം 5 AC ആണ്. AC ഈ ചൂട് കാലമൊക്കെ നമ്മൾ കഴിഞ്ഞു പോയത്. ഒരു സാധാരണ മലയാളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് കാലത്ത് ആഗ്രഹിക്കുന്ന സാധനമാണ് AC. ആ AC വരെ ഇതിലുണ്ട്. പിന്നെ 6ാം സമ്മാനം 10 ഫ്രിഡ്ജ്. 7ാം സമ്മാനം 10 വാഷിംഗ് മെഷീൻ. ആരാഗ്രഹിക്കാത്തത്? 8ാം സമ്മാനം 100 ഡയമണ്ട് റിംഗ് ആണ്. നോക്ക് നിങ്ങൾ. അപ്പം എത്ര ലക്ഷത്തിൻ്റെ സമ്മാന പദ്ധതിയുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അല്ലേ? ഒരു സാധാരണ മലയാളി ആഗ്രഹിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാറ് മുതൽ സ്വർണം മുതൽ വാഷിംഗ് മെഷീൻ മുതൽ ഫ്രിഡ്ജ് വരെ ഉണ്ട് ഇതിൽ അല്ലേ? ഇതന്നെയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മലയാളികളെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇവരിത് ചൂഷണം ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ചൂഷണം തന്നെയാണ്. ഇപ്പം ലേറ്റസ്റ്റ് വന്ന പാണ്ടിക്കാട് കുഞ്ഞൻ്റെ വരെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഇതൊരു മുന്നറിയിപ്പായിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് വന്ന പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ലേറ്റസ്റ്റ് തട്ടിപ്പ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഇവർ തട്ടിപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൽ ഒരിക്കലും പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഭാവിയിൽ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് വരും. ആരും ഭയപ്പെടുന്നില്ല. ഓക്കെ, പക്ഷെ ഇതിന് മുന്നേ തന്നെ നമ്മളങ്ങനെ കണ്ണടച്ച് തട്ടിപ്പാന്ന് പറയാൻ പാടില്ല, അത് ശരിയല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ സമ്മാന പദ്ധതികളൊക്കെ നമ്മൾ കണ്ണടച്ച് വീഴും. നമ്മൾ ഇതിന് മുന്നേ ഇപ്പോൾ കുഞ്ഞൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ന്യൂസൊക്കെ സ്പ്രെഡ് ആയതാണ്. എന്നിട്ടും നമ്മളെ മലയാളികൾ ഇതുപോലെയുള്ള നറുക്കെടുപ്പിലും മറ്റതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കൂപ്പൺ എടുത്താൽ ഒരു ബെഡ്ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൂപ്പണ്, അതിന് മറിച്ച് 2 ബെഡ്ഷീറ്റ് എടുത്താൽ 3 കൂപ്പണാണ്. മനസ്സിലായില്ലേ? 3 ബെഡ്ഷീറ്റ് എടുത്താൽ 6 കൂപ്പണ്, 4 ബെഡ്ഷീറ്റ് എടുത്താൽ 8 കൂപ്പൺ, 5 ബെഡ്ഷീറ്റ് ഇട്ടാൽ 10 കൂപ്പൺ കിട്ടും. അതായത് 10 അവസരങ്ങളാണ് നമുക്ക് അല്ലേ. ആ 10 അവസരങ്ങളിൽ ആ 1, 2, 3, 4, 5, 6 കാറ്റഗറി ഏതിലും ഒന്നില് അല്ലെങ്കിൽ ഏതിലും 2 എണ്ണം ഏതിലും 3 എണ്ണം ഒക്കെ അടിക്കുന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കോമൺ തിങ്ക് തന്നെയാണ്, നമ്മുടെ ലോട്ടറി പോലെ തന്നെ. മനസ്സിലായി? ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ പറയാനുള്ള എന്താ വെച്ചാല്, ഇതിലൊക്കെ കുടുങ്ങാതിരിക്കുക. ഇത് സുതാര്യമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ TT ഫാമിലിയോട് നമുക്ക് പറയാനുള്ളത്, ഈ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഒരു ഇതായി പോയിട്ടുണ്ട്. ഒരു എന്താ പറയാ, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അത് പകുതി മുക്കാലും തട്ടിപ്പായിട്ടും ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലാണ് പര്യവസാനിക്കുന്നത്, ലേറ്റസ്റ്റ് ഇഷ്യൂ വരെ. അപ്പൊ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ട് ഇപ്പൊ ഇത്രയും നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് കൂട്ടി നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 10-50 ലക്ഷത്തിന് മുകളിൽ സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതിന് കറക്റ്റ് ഓഡിറ്റ് നടത്തിയിട്ട് കുഞ്ഞോൻ്റെ പോലെ തന്നെ അത്രയും സുതാര്യമാക്കി ലൈവായിട്ടോ എങ്ങനെ കാണിച്ചിട്ട് കുഞ്ഞോൻ്റെ മാതിരി നറുക്കെടുക്കാതെ നന്നായിട്ട് സാധാരണ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നറുക്കെടുക്കുന്നത് ആ രീതിയിൽ ചെയ്ത് അതിന് അർഹതപ്പെട്ടവർക്ക് നിങ്ങളിത് നൽകുകയാണെങ്കിൽ ബിഗ് സല്യൂട്ടായിരിക്കും നിങ്ങൾക്ക്. പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. നേരെ മറിച്ച് ഉടായിപ്പാണ് കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ ഉയർത്തിയ പ്രേക്ഷകർ തന്നെ വലിച്ചു താഴെക്കിടും. അത് മറക്കാതിരിക്കുക. ഒരുപാട് ക്യാഷായിരിക്കും നിങ്ങൾക്ക് വരാൻ പോവുക. ഈ റീലിൽ തന്നെ, ഈ ഷോർട്സിൽ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മലയാളി തന്നെയാണ്. അവരത് ബെഡ്ഷീറ്റ് വാങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ അവരത് വാങ്ങുന്നത് ഇത്രയും ക്യാഷ് കൊടുത്ത് ഈ പറയുന്ന 30 പവനും ഈ സ്വിഫ്റ്റ് കാറും ഒന്നും വാങ്ങാൻ കഴിയാത്ത സാധാരണക്കാരായ മലയാളികളായിരിക്കും. അപ്പോൾ അവരെ പറ്റിക്കാതിരിക്കുക. അർഹതപ്പെട്ടവർക്ക് അർഹമായ ആ സമ്മാനം നൽകുക. എന്നിട്ട് എത്ര ലാഭമുണ്ട് അത് നിങ്ങൾ എടുത്തോളൂ, പ്രശ്നമില്ല.